എന്നും ഓഫീസിൽ ഒരേ പരദൂഷണം, ഒരേ ആൾക്കാർ, ഒരേ മുഖം, പ്രത്യേകിച്ച് വ്യത്യസ്തതകളില്ല. അതിനു പകരം നമുക്കൊന്ന് ലോകത്തെ ഇൻസ്പയർ ചെയ്യണം, ലോകത്തെ അറിയണം. മൊണാക്കോയുടെ വിട പറയുന്നു. ഫ്രാൻസ് ഇറ്റലിയിൽ നിന്ന് തുടങ്ങി ഫ്രാൻസിലെത്തി. ഫ്രാൻസിൽ നിന്ന് കയറി മൊണാക്കോയിലേക്ക്, കയറി മൊണാക്കോയിൽ നിന്നും ഇനി അടുത്തത് വീണ്ടും ഫ്രാൻസിലേക്ക് പോകണം. അങ്ങനെ പാരീസിൽ നിന്ന് ആരംഭിച്ച് ഫ്രാൻസിലെത്തി. ഇതിപ്പോൾ എൻ്റെ ആദ്യത്തെ യാത്രയല്ല. ഞാൻ കുറേ കാലങ്ങളായിട്ട് കഴിഞ്ഞ ഒരു 10-12 വർഷമായിട്ട് ഒരു 7 വർഷത്തിലേറെ ഇതുപോലെ ശമ്പളമില്ലാത്ത അവധിയിൽ യാത്രകൾ തന്നെയാണ്. ലോൺ എടുത്താണ് യാത്ര. ആളുകൾ ലോൺ എടുത്ത് കാറ് മേടിക്കും, വീട് വയ്ക്കും. അപ്പം ഞാൻ അതിന് പകരം ലോൺ എടുത്തിട്ട് യാത്രകൾ പോകാമെന്ന് വെച്ചു. നമസ്കാരം. കൊച്ചിയിൽ ഇങ്ങനെ നടക്കുമ്പോൾ അവിചാരിതമായിട്ട് ഒരാളെ പരിചയപ്പെട്ടു. ആളൊരു വില്ലേജ് ഓഫീസറായിരുന്നു. നിലവിൽ അദ്ദേഹം തീരദേശ ഹൈവേയുടെ സ്ഥലമെടുപ്പിൻ്റെ ചുമതലയുള്ള റവന്യൂ ഇൻസ്പെക്ടറാണ്. അരുൺ തഥാഗതൻ എന്നാണ് പേര്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം ഇപ്പോൾ ലീവിലാണ്. ഇന്ത്യയിൽ നിന്നും അദ്ദേഹം ഫ്ലൈറ്റ് വഴി യൂറോപ്പിലെത്തി. അവിടെ നിന്നും സൈക്കിളിൽ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അതിനിടയ്ക്ക് അദ്ദേഹത്തിന് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്നു. പിന്നീട് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. ആ യാത്രയുടെ വിശേഷങ്ങളും എന്താണ് അദ്ദേഹം ലീവ് എടുത്ത് ഇങ്ങനെ പോകാൻ കാരണം എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം ചേട്ടാ. നമസ്കാരമുണ്ട്. സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഒരാളിങ്ങനെ യാത്ര ചെയ്യുന്നു, അതും ലീവ് എടുത്തിട്ട്, അതും ശമ്പളമില്ലാതാണ് ലീവ് എടുത്തതെന്ന് അറിഞ്ഞ്. എന്താണ് ഇങ്ങനെ ഒരു യാത്രയ്ക്ക്? എന്നും ഓഫീസിൽ ഒരേ പരദൂഷണം, ഒരേ ആൾക്കാർ, ഒരേ മുഖം, പ്രത്യേകിച്ച് വ്യത്യസ്തതകളില്ല. അതിനു പകരം നമുക്കൊന്ന് ലോകത്തെ ഇൻസ്പയർ ചെയ്യണം, ലോകത്തെ അറിയണം, ലോകത്തെ ഒന്ന് വെറുതെ കാഴ്ചകൾക്കപ്പുറം കുറേ കൂടി ഉൾക്കാഴ്ചകളിലൂടെ കാണണമെന്ന് തോന്നി അങ്ങനെ ഇറങ്ങിയതാണ്. ഇതിപ്പോൾ എൻ്റെ ആദ്യത്തെ യാത്രയല്ല. ഞാൻ കുറേ കാലങ്ങളായിട്ട് കഴിഞ്ഞ ഒരു 10-12 വർഷമായിട്ട് ഒരു 7 വർഷത്തിലേറെ ഇതുപോലെ ശമ്പളമില്ലാത്ത അവധിയിൽ യാത്രകൾ തന്നെയാണ്. എവിടെയൊക്കെ യാത്ര ചെയ്തത്? ഇന്ത്യ അത്യാവശ്യം കുറേയൊക്കെ കറങ്ങിയിട്ടുണ്ട്. ഏഷ്യ, ഈസ്റ്റ് ഏഷ്യ, GCC രാജ്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. ഇപ്പോൾ യൂറോപ്പ് മുഴുവനും ഏതാണ്ടൊക്കെ. എങ്ങനെയായിരുന്നു യൂറോപ്പിലേക്കുള്ള യാത്ര? എങ്ങനെയാണ്? ഇത്തവണ പാരീസ് ഒളിമ്പിക്സ് വേദിയിൽ നിന്നാണ് ആരംഭിച്ചത്. പാരീസിലേക്ക് അതുകൊണ്ട് ഇവിടെ നിന്ന് വിമാനത്തിൽ നമ്മളെ വണ്ടി ഒപ്പം കൊണ്ടുപോയി, എന്നിട്ട് അവിടെ നിന്ന് സിറ്റ് ചെയ്ത് ചവിട്ടി പോയി ഇങ്ങോട്ട് വരികയാണ് ആരംഭിച്ചത്. സൈക്കിളിൽ വന്നു. ഖത്തർ വരെ എത്തിയുള്ളൂ. അപ്പോഴേക്കും ലോൺ എടുത്താണ് യാത്ര. ആളുകൾ ലോൺ എടുത്ത് കാറ് മേടിക്കും, വീട് വയ്ക്കും. അപ്പം ഞാൻ അതിന് പകരം ലോൺ എടുത്തിട്ട് യാത്രകൾ പോകാമെന്ന് വെച്ചു. അപ്പോൾ ഖത്തർ എത്തിയപ്പോഴേക്കും പോക്കറ്റെല്ലാം കാലിയായി. പിന്നെ അല്ലെങ്കിൽ കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ വഴി അങ്ങനെ ഇന്ത്യയിലേക്ക് വരാനായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. നിലവിൽ ഖത്തറിൽ നമ്മുടെ സൈക്കിൾ ഇരിക്കുക? അതെ, അവിടെ ഇരിക്കുകയാണ് വണ്ടി. എന്തൊരു സൈക്കിളായിരുന്നു അത്? ടൂറിംഗ് ബൈക്ക് എന്ന് പറയും. അതായത് ലോങ് യാത്രകൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി നീളം ഉണ്ടാവും, ഗിയർ ഉണ്ടാവും. ഇലക്ട്രിക് ഒന്നുമല്ല, നമ്മൾ ചവിട്ടി തന്നെ നീങ്ങണം. പക്ഷേ കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും വണ്ടി. എത്ര രൂപ വരെ ആയി ഈ കുവൈറ്റ് വരെ എത്തിയപ്പോൾ? അത് വലിയ മോശമല്ലാത്തൊരു തുകയായി. കുറേ പേര് സഹായിച്ചൊക്കെയാണ് ഇത്ര എത്തിയത്. ഒരു വീട് വയ്ക്കുകയാണെങ്കിലും കൂടുതലായിട്ടുണ്ട് ആളുകളുടെ ഓട്ടത്തിൽ. അപ്പോൾ ഞാനൊന്ന് ചിന്തിച്ചാൽ വീടിനേക്കാളും എല്ലാം വലിയൊരു നിക്ഷേപമാണ് ഇത്. അതുകൊണ്ട് അങ്ങനെ വലിയ പണമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. റവന്യൂ ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ വില്ലേജ് ഓഫീസർ തസ്തികയാണ് അല്ലേ, വില്ലേജിൽ ജോലി ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഒരു ജോലിയിൽ അത് ലീവ് എടുത്ത് അതും ശമ്പളമില്ലാതെ പോകുമ്പോൾ വീട്ടിൽ നിന്ന് വഴക്കൊക്കെ കേൾക്കാറില്ലേ? ഒറ്റയ്ക്കാണ്. അച്ഛനും അമ്മയും സഹോദരങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. നമ്മുടെ കഴിച്ചില്ല, ഒറ്റയാനാണ്. നമ്മളുടെ ഒരു ഇന്ത്യ സാഹചര്യത്തിൽ കല്യാണം കഴിക്കുക, കുറേ കുട്ടികളുമായിട്ട് ഇരിക്കുക, അങ്ങനെ ഒരു ഇതാണല്ലോ. നമ്മളതിന് പകരം കുറേ കൂടി ലോകത്തെ ഇൻസ്പയർ ചെയ്യുക, സ്വയം ഇൻസ്പയർ ചെയ്യുക, എപ്പോഴും പുഞ്ചിരികൾ പടർത്തുക, ലോകത്തിലെ കുറേ അനുഭവങ്ങൾ ഇടുക, ലോകത്തിന് കുറേ അനുഭവങ്ങൾ നമ്മളുടേത് പകർന്നു കൊടുക്കുക. ഇങ്ങനെ ഒരു ലക്ഷ്യം എടുത്തപ്പോൾ പിന്നെ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ തൽക്കാലം എന്നെ ഇത് ചെയ്യുന്നില്ല, മോട്ടിവേറ്റ് ചെയ്യുന്നില്ല. എനിക്ക് വലിയ ലക്ഷ്യങ്ങളും വലിയ ലോകമാണ് എനിക്ക് മുന്നിലുള്ളത്. വിവാഹം കഴിക്കാത്തതിന് ഒരു കാരണമുണ്ടോ, നല്ല റീസൺ ഉണ്ടോ? അങ്ങനെയില്ല. നാളെ ചിലപ്പോൾ കഴിക്കാം, അതൊന്നും പറയാൻ അങ്ങനെ വേണേലും. അതൊന്നും ഇന്നത്തെ അവസ്ഥ നാളെ എന്താവെന്ന് പറയാൻ പറ്റില്ല. ഒന്നുമല്ല. ഇപ്പോൾ ഇല്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഭാര്യയും പിള്ളേരും ഇല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇനി ലോൺ എടുക്കണം വീണ്ടും? അതെ, അതിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഒരു 6 മാസം പണിതാലേ ലോൺ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. 6 മാസത്തെ ശമ്പളമില്ല എന്നാലേ ലോണുള്ളൂ. അതുകൊണ്ട് തൽക്കാലം പണിക്ക് വീണ്ടും ജോയിൻ ചെയ്തു, ശമ്പളം മേടിക്കാനായിട്ട്. നിലവിലിപ്പം അങ്കമാലിയിലാണ്. അതിപ്പോൾ മാറാം. 4-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞാൽ ചിലപ്പോൾ മാറ്റം വരാം. ഈ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? സൈക്കിളിൽ പാരീസിൽ നിന്ന് തുടങ്ങിയാണ് ഈ ഖത്തർ വരെ എത്തിയപ്പോൾ അതിനിടയിൽ നേരിടേണ്ടി വന്ന ഓരോ സാഹചര്യങ്ങളുണ്ടാവും? അതിമനോഹരമായിരുന്നു. ഞാൻ യാത്ര എപ്പോഴും പറഞ്ഞിട്ടുണ്ട്,
യാത്ര തുടങ്ങുമ്പോൾ അങ്ങനെ യൂറോപ്യൻസ് ആരും മൈൻഡ് ചെയ്യില്ല എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ നേരെ തിരിച്ചായിരുന്നു എൻ്റെ അനുഭവം. എവിടെ ചെന്നാലും ഒരു സെലിബ്രിറ്റിയെ പോലെ ആൾക്കാർ കൂടും, ഫോട്ടോ എടുക്കും, ഭക്ഷണം തരും, പൈസ തരും, വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകും. ഞാൻ യാത്ര നിർത്തുന്ന അവസാന നിമിഷം വരെ അത് തന്നെയായിരുന്നു. യൂറോപ്യൻസ് ഒന്നും അങ്ങനെ ആരും മൈൻഡ് ചെയ്യില്ല എന്നാണ് പറയണത്. എന്നോട് ചോദിച്ചാൽ നേരെ തിരിച്ചേ ഞാൻ പറയുള്ളൂ. വളരെ സുന്ദരമായിരുന്നു. നമ്മുടെ സൈക്കിളിൽ എന്തെങ്കിലും ബോർഡോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? ബാഗുകളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഫ്രണ്ടിൽ ഒരു ചെറിയ ബോർഡ് ഉണ്ടായിരുന്നു. അതായത് അതിനകത്ത് എഴുതിയിരുന്നത് പുഞ്ചിരികൾക്ക് സ്പ്രെഡിങ് സ്മൈൽസ് എന്ന് എഴുതിയിരുന്നു. പുഞ്ചിരികൾ പടർത്താൻ അതിർത്തികളില്ല ലോകം. അത് രണ്ട് ഇംഗ്ലീഷിൽ എഴുതിയിരുന്നു, ഇംഗ്ലീഷും ഫ്രഞ്ചിലുമായിട്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ബോർഡ് വെക്കാൻ കാരണം? ഒന്ന് പെട്ടെന്ന് തന്നെ ആളുകൾക്ക് ആ ഒരു സന്ദേശം എത്തിക്കണം യാത്രയുടെ. വെറുതെ അങ്ങനെ പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഒറ്റ ഓട്ടത്തിൽ അത് കാണുമ്പോൾ തന്നെ അതിനകത്ത് വേൾഡ് സാൻസ് ഫ്രോണ്ടിയേഴ്സ്, അതിർത്തികളില്ലാത്ത ലോകം. ഞാൻ ഫ്രാൻസിൽ നിന്ന് നേരെ ജർമ്മനിയിലേക്കാണ് കടക്കുന്നത്. നമ്മൾ കടക്കുമ്പോൾ ഇതുപോലൊരു സാധനമേ ഉള്ളൂ, ഒന്നും അറിയില്ല. ജർമ്മനി എത്തിയെന്നോ ഒന്നും. ഇന്നലെ വരെ പരസ്പരം കണ്ടാൽ കൊല്ലാൻ നടന്നവരാണ്. നമ്മൾ അറിയുന്നേ ഇല്ല. ഒറ്റ വീസയിൽ യാത്ര ചെയ്യാം. ലോകം ഇങ്ങനെയായിരിക്കണം, അതിർത്തികളില്ലാത്ത ലോകമായി മാറണം. അതുകൊണ്ടാണ് ആ ഒരു ബോർഡ് തന്നെ വെച്ചത്. പുഞ്ചിരിയാണ്. ഏതൊരു പ്രശ്നവും നിങ്ങളൊരു ചിരിയോടെ നേരിട്ടാൽ, നിങ്ങളൊരു ചിരിയോടെ ഒരാളോട് ആവശ്യപ്പെട്ടാൽ പലതിനും സൊല്യൂഷൻ ഉണ്ടാകും. ഇങ്ങനെയൊക്കെ യാത്രകൾ നടത്തുന്നതുകൊണ്ട് നാട്ടുകാരോ സഹപ്രവർത്തകരൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? നമ്മളങ്ങനെ അധികം ബോധറിയാറില്ല. എന്നാലും ഇപ്പം എല്ലാവരും ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഈ വിദേശങ്ങളിലൊക്കെ, വിദേശ രാജ്യത്തൊക്കെ ചെന്നപ്പോൾ അവിടെയൊക്കെ പത്രവാർത്തകളൊക്കെ ആയിട്ടുണ്ട്. ചെറുതായിട്ടൊക്കെ ചില രാജ്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. പോർച്ചുഗലിൽ വന്നിട്ടുണ്ട്, പല ഒമാനിലുണ്ടായിരുന്നു, UAE വന്നിട്ടുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളിലും വന്നിട്ടുണ്ട്. TV-യിൽ, ചൈനീസ് TV-യിൽ വരെ വന്നിട്ടുണ്ട്. അടിപൊളി. മറക്കാനാവാത്തൊരു അനുഭവം എന്താ ഈ യാത്രക്കിടയിലുണ്ടായത്? ധാരാളം ഉണ്ട്. ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ ചൂസ് ആൻഡ് പിക്ക് ആയിട്ട് പറയണമെങ്കിൽ ഞാൻ പാരീസിൽ നിന്ന് യാത്ര ആരംഭിക്കുന്ന സമയമാണ്. അപ്പോൾ പാരീസിൽ ഇരിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് മൊബൈൽ ചാർജ് ചെയ്യാനായിട്ട് കുത്തിയിട്ടുണ്ട്. അവിടെ ആകുമ്പോൾ ഫ്രീ ആയിട്ട് പ്ലഗുകളൊക്കെ ഉണ്ട്. കുത്തിയിരുന്ന് ഇരിക്കാൻ കസേര ഉണ്ടാവും. അപ്പോൾ കുത്തി ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വണ്ടിയിൽ കേരള ബാങ്കിൻ്റെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, കേരളം എന്ന് കാണിക്കാനായിട്ട്. അവർ ചെറിയൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു അവരുടെ പരസ്യമായിട്ട്. ഈ കേരളം എന്ന് കണ്ടിട്ട് ഒരു പെൺകുട്ടി, ഒരു ചൈനീസ് പെൺകുട്ടി ഓടിയോട്ട് നിങ്ങൾ കേരളത്തിൽ നിന്നാണോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞപ്പോൾ അവർ ടിബറ്റൻ അഭയാർത്ഥിയാണ്. ഇവിടെ കൊച്ചിയിൽ താമസിച്ചിരുന്നു. ഇപ്പോൾ ഫ്രാൻസിൽ അഭയാർത്ഥിയായിട്ട് ഇരിക്കുന്നു. ഇവർക്ക് ഫ്രാൻസ് ഒരു ചെറിയൊരു വീട്, ഒറ്റമുറി ഒരു വീട് സൗജന്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 450 യൂറോ. അതായത് അവിടെ കഷ്ടിച്ച് കഞ്ഞി കുടിച്ചു നല്ല വരുമാനം കൊടുക്കും അഭയാർത്ഥികൾക്ക്. ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് അഭയാർത്ഥികൾ യൂറോപ്പിലേക്ക് ഒന്ന് ഒഴുകുന്നത്. അപ്പോൾ ഇവർ ഇന്ത്യയിലും വന്നിരുന്നതുകൊണ്ട് ഇവർക്ക് ഇന്ത്യയും കേരളം ഭയങ്കര ഇഷ്ടമാണ്. ഒരു മണിക്കൂറോളം എന്നോട് ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് എൻ്റെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സത്യത്തിൽ യാത്ര ആരംഭിക്കുന്നേ ഉള്ളൂ. പോകാൻ നേരത്ത് എൻ്റെ കയ്യിലേക്ക് 50 യൂറോ, മീൻസ് അവൾക്ക് കിട്ടുന്ന 400-450 യൂറോയ്ക്കകത്ത് നിന്നാണ് 50 യൂറോ തരുന്നത്. നമ്മുടെ ഒരു 5000 രൂപയ്ക്ക് മുകളിലുണ്ട്. അപ്പം തന്നെ യാത്ര തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും അവൾ നിർബന്ധിച്ച് എന്നെ അടിച്ചേൽപ്പിച്ച് തരികയാണ്. യാത്ര അപ്പം തന്നെ മനസ്സിലായി ഇത് വിജയിക്കാൻ പോകുന്ന ഒന്നാണ്. ഇതൊരു സാധാരണ യാത്രയായിരിക്കില്ല. എനിക്ക് അപ്പം തന്നെ ബോധ്യമായിരുന്നു. ഇപ്പോഴും ഞാൻ അവളുടെ പേര് ഗോഡസ് എന്നുള്ള അർത്ഥം വരുന്ന വാക്കാണ്. അതിലാണ് സേവ് ചെയ്തേക്കുന്നതും മൊബൈലിൽ. ഇടയ്ക്ക് കോണ്ടാക്റ്റ് ഉണ്ട്. അങ്ങനെ ധാരാളം പേരുണ്ട്. ധാരാളത്തിൽ പെട്ടെന്ന് എടുത്തു. അപ്പോൾ ഇനി 6 മാസം കഴിയുമ്പോൾ നമ്മൾ യാത്ര വീണ്ടും ആരംഭിക്കും. ഈ ലോൺ കിട്ടിയാൽ വീണ്ടും ആരംഭിക്കും. അതിനുശേഷം അങ്ങനെ ഖസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, അങ്ങനെ ചൈന, നേപ്പാൾ വഴി ഇന്ത്യയിലേക്ക് വരണം എന്നാണ്. അപ്പോൾ ആ മുറിഞ്ഞ ഭാഗം ഒന്ന് പൂർത്തിയാക്കണം. അതിനുശേഷം വീണ്ടും ഇപ്പോൾ ലോൺ എടുത്ത് കുറച്ചധികം ലോണുകളുണ്ട്. ലോണിൻ്റെ EMI അടയ്ക്കാനെല്ലാം കൂടി ചേർന്നിട്ടാണ് ലോൺ എടുക്കുന്നത്. അതിനുശേഷം ഒരു 1, 2, 3 കൊല്ലം കൂടി പണിയെടുത്തിട്ട് ഈ ലോണുകളൊക്കെ തീർക്കണം. അതിനുശേഷം ഇത് മുതൽ നമ്മുടെ അർജൻറ്റീന മുതൽ അലാസ്ക വരെ, അതായത് തെക്കേ അമേരിക്കയുടെ ഏറ്റവും തെക്കേ അറ്റത്ത് നിന്ന് തുടങ്ങിയിട്ട് വടക്കേ അമേരിക്ക വരെ നീളുന്ന അതൊരു 3 വർഷത്തോളം എടുക്കുന്ന കുറച്ചുകൂടി ദുർഘടം പിടിച്ചൊരു യാത്രയാണ്. അതാണ് എൻ്റെ മനസ്സിലുള്ളത് അടുത്തത്. അത് ലോകത്തിൽ വളരെ കുറച്ച് പേർക്ക് എളുപ്പമല്ല. കാരണം അത് പല പല ടെറൈനുകളാണ്, മലകളാണ്, പല ക്രിമിനൽ ആക്ടിവിറ്റിയുടെയും കേന്ദ്രമാണ്. ഭാഗ്യമുണ്ടെങ്കിൽ അതുണ്ടാകും. എനിക്ക് ഇതിനിടയ്ക്ക് ആദ്യം ചോദിക്കാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. അരുൺ തഥാഗതൻ എന്നുള്ള പേര് ഒരു വ്യത്യസ്തമായൊരു പേരാണ്. എന്താണ് ഈ തഥാഗതൻ? അത് ബുദ്ധൻ്റെ പാലി ഭാഷയിലുള്ള വാക്കാണ്. അങ്ങനെ ഉത്തരേന്ത്യയിലൂടെയൊക്കെ ആയിരുന്നു. ആദ്യം ഇന്ത്യ മുഴുവൻ കുറേ കാലം കറങ്ങി കിടന്നു. അപ്പോൾ അവർ സർനെയിം ക്യാഹെ എന്ന് ചോദിക്കും. അവർക്കറിയേണ്ടത് നമ്മുടെ ജാതിയാണ് സർനെയിം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ജാതിയും മതവും ഇല്ലാത്തൊരു ഇത്. അപ്പോൾ ഞാൻ അന്നേരം ബീഹാറിലും ഒക്കെ ആയിട്ട് ബുദ്ധപഥങ്ങളിലൂടെയാണ് സഞ്ചരിക്കണേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ജാതി മതമില്ലാത്തൊരുന്നുള്ളതിലേക്ക് വെറുതെ പറഞ്ഞു തുടങ്ങിയതാണ് തഥാഗതൻ എന്ന് പറഞ്ഞുകൊണ്ട്. അത് പാലി ഭാഷയിലുള്ള വാക്കാണ്. ബുദ്ധൻ എന്നാണ് അർത്ഥം വരുന്നത്. അങ്ങനെ ഒന്ന് അതൊപ്പം കൂടി. എന്തായാലും യാത്രകൾ തുടരട്ടെ, ഇനിയും തുടരട്ടെ, ഒരുപാട് രാജ്യങ്ങൾ കാണട്ടെ എന്ന് നമ്മൾ അർജന്റീന കഴിഞ്ഞ് വീണ്ടും കൂട്ടിമുട്ടാം. അത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഇന്റർവ്യൂ എടുക്കുന്നതായിരിക്കും. എന്തായാലും യാത്രകൾ തുടരുകയാണ്. ഒരുപാട് രാജ്യങ്ങൾ കാണുവാൻ ഇനി അവസരമുണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കൊച്ചിയിൽ നിന്നും R. പിയൂഷ്, മറുനാടൻ മലയാളി.